പ്രിയപ്പെട്ടവരെ, ഇന്ന് നമ്മൾ ചിന്തിക്കാൻ പോകുന്നത് പലപ്പോഴായി നമ്മളുടെ ഉള്ളിൽ ഉണ്ടായ ഒരു ചോദ്യം, നമ്മൾ പലപ്പോഴും ദൈവത്തോട് ചോദിച്ചിട്ടുള്ള ചോദ്യം, നമ്മൾ പരസ്പരം ഉത്തരം കിട്ടാതെ അങ്ങോട്ടും ഇങ്ങോട്ടും ചോദിച്ചിട്ടുള്ളൊരു ചോദ്യത്തിൻ്റെ ഉത്തരം തേടി പോകുന്ന ഒരു സമയമാണിത്. നമ്മൾ പലപ്പോഴും മറ്റുള്ളവരുടെ ജീവിതമൊക്കെ കണ്ടുകൊണ്ട് നമ്മൾ പലപ്പോഴും ചിന്തിക്കാറുണ്ട്, എന്തുകൊണ്ട് ദൈവം അവരെ ഇത്ര സമ്പത്തോടുകൂടി സൃഷ്ടിച്ചു. വളരെ സൗഭാഗ്യങ്ങൾ അനുഭവിക്കുന്ന കുറേ പേര്, എന്നാൽ ദാരിദ്ര്യത്തിൻ്റെ പടുകുഴിയിൽ ജീവിക്കുന്ന കുറച്ച് പേര്, ആരോഗ്യം ഇല്ലാത്തവർ, ആരോഗ്യമുള്ളവർ, നല്ല കുടുംബത്തിൽ ജനിക്കുന്നവർ, മോശം ജീവിത സാഹചര്യങ്ങളിൽ ജനിക്കുന്നവർ, അങ്ങനെ നിരവധി അസന്തുലിതമായ ജീവിത ചുറ്റുപാടുകളിലാണ് ഓരോ മനുഷ്യരും ജീവിച്ചു വരുന്നത്. ഓരോരുത്തരുടെയും ജീവിത സാഹചര്യങ്ങൾ വ്യത്യസ്തമാണ്. അപ്പോൾ എന്തുകൊണ്ട് ദൈവം ഈ മനുഷ്യരെ ഇങ്ങനെ സൃഷ്ടിക്കുന്നു? എന്തുകൊണ്ട് ദൈവം എല്ലാവർക്കും ഒരേപോലെ നീതി നടത്തി കൊടുക്കുന്നില്ല എന്നൊക്കെയുള്ള ഒരു ചിന്ത ഭൂരിഭാഗം എല്ലാവരുടെയും ഉള്ളിലുണ്ട്. ദൈവം നീതിമാനാണോ എന്നുള്ളൊരു ചിന്ത, ദൈവത്തിന് പക്ഷാഭേദമുണ്ടോ എന്നുള്ള ചിന്തകളൊക്കെ ഓരോരുത്തരുടെയും മനസ്സിലുണ്ട്, അല്ലേ? നമ്മൾ ഈ ചോദ്യത്തിന് ഉത്തരം ബൈബിളിലെ ഒരു സംഭവവുമായിട്ട് ബന്ധപ്പെടുത്തി ഒന്ന് ചിന്തിച്ച് നോക്കാൻ പോവുകയാണ്. നമുക്ക് ഈ ബൈബിളിലെ ഈ ഭാഗം ചിന്തിച്ചുകൊണ്ട് നമുക്ക് ഇതിനൊരു ഉത്തരം കണ്ടെത്താനായിട്ട് ശ്രമിക്കാം. പലപ്പോഴും നമ്മൾ വായിച്ചു പോയിട്ടുള്ള ഒരു ഭാഗമാണ് ഇസ്രായേൽ ജനത്തിൻ്റെ മരുഭൂമി യാത്ര. മരുഭൂമി യാത്രയിൽ അവർ അപ്പത്തിനായിട്ട് കഴിയുമ്പോൾ കാടപ്പക്ഷികളെയും അപ്പവും ദൈവം ആകാശത്തു നിന്ന് വർഷിച്ചു കൊടുക്കുന്നു. അപ്പോൾ അതിനുശേഷം പുറപ്പാടിൻ്റെ പുസ്തകത്തിൽ 16-ാം അധ്യായത്തിൽ ഇങ്ങനെ വിവരിക്കുന്നു, ഇസ്രായേൽക്കാർ ഇത് കണ്ടപ്പോൾ പരസ്പരം ചോദിച്ചു, ഇതെന്താണ്, അതെന്താണെന്ന് അവർ അറിഞ്ഞിരുന്നില്ല. അപ്പോൾ മോശ അവരോട് പറഞ്ഞു, കർത്താവ് നിങ്ങൾക്ക് ഭക്ഷണമായി തന്നിരിക്കുന്ന അപ്പമാണിത്. കർത്താവ് കൽപ്പിച്ചിരിക്കുന്നത് ഇപ്രകാരമാണ്, ഓരോരുത്തനും തൻ്റെ കൂടാരത്തിലുള്ള ആളുകളുടെ എണ്ണമനുസരിച്ച് ആളൊന്നിന് ഒരു ഓമർ വീതം ശേഖരിക്കട്ടെ. ഇസ്രായേൽക്കാർ അപ്രകാരം ചെയ്തു. ചിലർ കൂടുതലും ചിലർ കുറവും ശേഖരിച്ചു. പിന്നീട് ഓമർ കൊണ്ട് അളന്നു നോക്കിയപ്പോൾ കൂടുതൽ ശേഖരിച്ചവർക്ക് കൂടുതലോ കുറവ് ശേഖരിച്ചവർക്ക് കുറവോ ഉണ്ടായിരുന്നില്ല. ഓരോരുത്തരും ശേഖരിച്ചത് അവന് ഭക്ഷിക്കാൻ മാത്രമുണ്ടായിരുന്നു. ഓമർ എന്ന് ഉദ്ദേശിക്കുന്നത് ഒരു അളവ് പാത്രമായിരിക്കാം. അപ്പോൾ ദൈവം ആകാശത്ത് നിന്ന് മന്നയും കാടപക്ഷികളെയും വർഷിച്ച് അവർക്ക് ഭക്ഷണമായിട്ട് കൊടുത്തു എന്നാണ് പറയുന്നത്. അപ്പോൾ അതിനുശേഷം അവർ ഓരോരുത്തരുടെ രീതിയിൽ ഇതെല്ലാം ശേഖരിച്ചു. കുറച്ച് പേര് കൂടുതലായിട്ട് ശേഖരിച്ചു, കുറച്ച് പേര് കുറച്ച് ശേഖരിച്ചു. പക്ഷേ ദൈവം എന്താണോ പറഞ്ഞിരുന്നത് അവരോട്, ആളൊന്നൊക്കെ ഒരു ഓമർ വീതം എന്നുള്ള രീതിയിൽ അളവിൽ എല്ലാവരും അവസാനം അളന്നു നോക്കിയപ്പോൾ ആ ദൈവം പറഞ്ഞ അളവിൽ തന്നെയാണ് അത് കാണപ്പെട്ടത്, അല്ലേ? അപ്പോൾ ഈ വചനഭാഗത്തിൽ ശരിക്കും പറഞ്ഞാൽ ഒരു നിധി ഒളിഞ്ഞിരിപ്പുണ്ട്, അല്ലെങ്കിൽ ഒരു വലിയൊരു ചിന്ത ഒളിഞ്ഞിരിപ്പുണ്ട്. ഇന്ന് നമ്മൾ പലരുടെയും ജീവിതം നോക്കുമ്പോൾ പലരും കൂടുതലായിട്ട് അധ്വാനിക്കുന്നു, കുറേ പേർക്ക് കൂടുതൽ നല്ല ജീവിത സാഹചര്യങ്ങൾ ലഭിക്കുന്നു. അപ്പോൾ ദൈവത്തിൻ്റെ കണ്ണിൽ എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ ഇപ്പോൾ ഓരോരുത്തർക്കും ഓരോ കാര്യങ്ങൾ അതിനെ പറയാനുണ്ടല്ലേ, ന്യായീകരണങ്ങൾ. അതായത് അവൻ കൂടുതൽ അധ്വാനിച്ചു, അവൻ കൂടുതൽ പണിയെടുത്തു, അവൻ്റെ ബുദ്ധി കൂടുതലായിട്ട് പ്രയോഗിച്ചു, അവൻ ബിസിനസ് നടത്തി, അതുകൊണ്ട് അവന് കൂടുതൽ പൈസ കിട്ടി, അപ്പോൾ അത് അവൻ്റെ കഴിവാണെന്നൊക്കെ പറയാറുണ്ട്. പക്ഷേ ദൈവത്തിൻ്റെ കണ്ണിൽ കൂടെ നോക്കുമ്പോൾ നമുക്ക് എന്താണ് കാണാൻ സാധിക്കുന്നത്? ഓരോ വ്യക്തിക്കും ഉള്ള സമ്പത്തോ അല്ലെങ്കിൽ ആരോഗ്യം, അതൊക്കെ ദൈവം കൊടുക്കുന്ന ദാനമാണ്, അല്ലേ? ഇന്ന് നമുക്കറിയാം, ഇന്ന് ഓരോ കുടുംബങ്ങളെ എടുത്തു നോക്കിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ, ഇപ്പോൾ ഒരു സാധാരണക്കാരൻ, ഒരു അധികം പൈസയൊന്നും ഇല്ലാത്തൊരു കുടുംബം, അല്ലെങ്കിൽ പൈസയുള്ള ഒരു കുടുംബത്തിലെ ജീവിത ചുറ്റുപാട് വെച്ചിട്ട് നമ്മൾ മാനുഷികമായിട്ട് നോക്കിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ വളരെ വലിയ അന്തരമുണ്ട്, അല്ലേ? ഒരുത്തൻ നല്ല സുഖലോലുപതയിൽ ജീവിക്കുന്നു, അവൻ ആഗ്രഹിക്കുന്ന കാര്യങ്ങളൊക്കെ അവന് മേടിക്കാൻ കഴിയുന്നു. എന്നാൽ സാധാരണക്കാരനായുള്ളൊരു ദരിദ്രനായിട്ടുള്ള വ്യക്തിയാണെങ്കിൽ അവന് ഈ പറഞ്ഞ അവൻ്റെ ആഗ്രഹങ്ങളൊക്കെ ലിമിറ്റ് ചെയ്യേണ്ടി വരും. അവൻ്റെ കയ്യിൽ സമ്പത്തില്ല, അവന് എന്തെങ്കിലും ആവശ്യം വന്നു കഴിഞ്ഞ് കഴിഞ്ഞാൽ അവനാകെ ബുദ്ധിമുട്ടുന്ന സിറ്റുവേഷൻ ഉണ്ടാകുന്നു എന്നുള്ളത്. അപ്പോൾ മനുഷ്യൻ്റെ ദൃഷ്ടിയിൽ നോക്കിക്കഴിഞ്ഞാൽ ഓരോ മനുഷ്യനും വലിയ അന്തരമുണ്ട്, അല്ലേ? മനുഷ്യൻ എങ്ങനെയാണ് ഒരു മനുഷ്യനെ വിലയിരുത്തുന്നത്? നമ്മൾ ആദ്യം തന്നെ, പ്രത്യേകിച്ച് മലയാളികളെ എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ മലയാളികളുടെ ആദ്യ ചിന്ത പോകുന്നത് അവൻ്റെ കയ്യിൽ പൈസ ഉണ്ടോ എന്നുള്ളതാണ്.
അപ്പോൾ ഒരു മനുഷ്യനെ മറ്റൊരു മനുഷ്യനിൽ നിന്ന് നമ്മൾ വേർതിരിക്കുന്നത്, അല്ലെങ്കിൽ ഒരു മനുഷ്യൻ വേറൊരു മനുഷ്യൻ്റെ മേലെയാണെന്ന് നമ്മൾ ചിന്തിക്കുന്നതിൻ്റെ ആദ്യത്തെ കാരണം എന്ന് പറയുന്നത് പൈസയാണ്, സമ്പത്താണ്. സമ്പത്ത് കൂടുതലുള്ളവനെ നമ്മൾ കൂടുതൽ സൗഭാഗ്യവാൻ എന്ന് വിളിക്കും. സമ്പത്ത് കുറഞ്ഞവനെ സൗഭാഗ്യം കുറഞ്ഞവൻ, അല്ലെങ്കിൽ ദുരിതമുള്ളവൻ, അല്ലെങ്കിൽ ദൈവം അനുഗ്രഹിക്കാത്തവൻ, കാലക്കേട് ആയിട്ട് ജീവിക്കുന്നവൻ എന്നൊക്കെ നമ്മൾ പറയാറുണ്ട്. അപ്പോൾ മനുഷ്യൻ്റെ കണ്ണിൽ കൂടെയാണ് ഒരു മനുഷ്യൻ്റെ കണ്ണിൽ കൂടെ നോക്കുമ്പോഴാണ് അങ്ങനെയുള്ള വലിയൊരു അന്തരം കാണുന്നത്, അല്ലേ? അപ്പോൾ ഒന്ന് സമ്പത്തിൻ്റെ പേരിൽ നമ്മൾ നോക്കുമ്പോൾ അങ്ങനെയുണ്ട്. പിന്നെ രണ്ടാമത്തെ ഒരു ചോദ്യം നോക്കുമ്പോൾ ആരോഗ്യമുണ്ടോ, ആ കുടുംബത്തിൽ നിന്നും രോഗമാണ്, ബുദ്ധിമുട്ടാണ്, അല്ലെങ്കിൽ ഇതൊക്കെ കാണുമ്പോൾ നമ്മളതും ആ ഒരു വലിയൊരു അന്തരമായിട്ട് കാണാറുണ്ട്. മറ്റു കുടുംബത്തിലൊന്നും പ്രശ്നങ്ങളൊന്നുമില്ല, അല്ലെങ്കിൽ കുടുംബ പ്രശ്നങ്ങളിൽ തന്നെ അവർക്കത് സമ്പത്ത് കൊണ്ട് നേരെയാക്കാൻ സാധിക്കുന്നു, രോഗങ്ങൾ വന്നാൽ തന്നെ അത് ചികിത്സിക്കാനായിട്ട് സാധിക്കുന്നു എന്നുള്ളതൊക്കെ നമ്മൾ കാണാറുണ്ട്. അപ്പോൾ ഇതൊക്കെ തന്നെയാണ് സാധാരണ മനുഷ്യൻ്റെ ചിന്ത. ഒന്ന് സമ്പത്ത് തന്നെയാണ് ഇപ്പോഴും എല്ലാവരുടെയും പ്രൈമറി ഫസ്റ്റത്തെ പോയിൻ്റ്, സമ്പത്ത് നോക്കിയിട്ടാണ്, അല്ലേ? ഒരാളെ ജീവിതം സക്സസ്ഫുള്ളായെന്ന് നോക്കുമ്പോൾ അങ്ങനെ തന്നെയാണ് നമ്മൾ പറയുക. അല്ലെങ്കിൽ ചിലപ്പോൾ ചില കഴിവുകളുള്ളവരായിരിക്കാം, ചിലപ്പോൾ നല്ല അഭിനയിക്കുന്ന കഴിവുകൾ, അല്ലെങ്കിൽ ഒരു സംഗീതജ്ഞൻ. അപ്പോൾ കാരണം സംഗീതജ്ഞനായിട്ടും കാര്യമില്ല, അല്ലേ? ഒരു നല്ല സംഗീതജ്ഞനായി കഴിഞ്ഞാൽ അദ്ദേഹത്തിന് പൈസ സമ്പാദിച്ചില്ലെങ്കിൽ അദ്ദേഹം ദരിദ്രനായിട്ട് നരകിച്ച് ജീവിച്ച് മരിക്കുകയാണെങ്കിൽ നമ്മളാരും അദ്ദേഹം ഒരു നല്ലൊരു ഭാഗ്യവാനെന്നോ അല്ലെങ്കിൽ ജീവിതത്തിൽ സക്സസ്ഫുൾ ആയവനെന്നോ പറയാറില്ല. കഴിവുണ്ടെങ്കിലും അതുകൊണ്ട് പൈസ സമ്പാദിച്ചവനെയാണ് നമ്മളെപ്പോഴും നല്ല ഒരു വ്യക്തി, അല്ലെങ്കിൽ ഒരു സമൂഹത്തിൽ സക്സസ്ഫുള്ളായവൻ, വിജയിച്ചവൻ എന്നൊക്കെ വിലയിരുത്തുന്നത്. എന്നാൽ ദൈവത്തിൻ്റെ കണ്ണിൽ കൂടെ നമുക്ക് നോക്കാം. അപ്പം നമ്മൾ വായിച്ച ഈ വചനഭാഗമായിട്ട് ബന്ധപ്പെടുത്തി നോക്കുമ്പോൾ ദൈവം അങ്ങനെ ഓരോ വ്യക്തിയെയും വ്യത്യസ്തമായിട്ട് സൃഷ്ടിച്ചിട്ടുണ്ടോ, പക്ഷാഭേദം കാണിച്ചിട്ടുണ്ടോ, അല്ലേ? നമ്മൾ നോക്കുമ്പോൾ അങ്ങനെ ഒരു വലിയൊരു പക്ഷാഭേദത്തിൻ്റെ ഒരു ലാഞ്ചന കാണാം. പക്ഷേ നമ്മൾ ഓരോരുത്തരുടെയും ജീവിതം വ്യക്തിപരമായിട്ട് എടുത്തു നോക്കിക്കഴിഞ്ഞാൽ, അതുകൊണ്ടാണ് നമ്മൾ പറയുന്നത് മനുഷ്യൻ വിധിക്കുന്നതോ മനുഷ്യൻ കാണുന്നതോ അല്ല ദൈവം കാണുന്നത്. അല്ലെങ്കിൽ മനുഷ്യന് കാണാൻ പറ്റുന്ന കാര്യങ്ങളൊക്കെ ഒരു ലിമിറ്റേഷൻ ഉണ്ട്, അല്ലേ? എൻ്റെ ജീവിതത്തെപ്പറ്റി പുറത്തുള്ള ആളുകൾക്ക് അറിയുന്ന കാര്യങ്ങൾ കുറച്ചായിരിക്കും. എൻ്റെ ശരിയായ വ്യക്തിത്വവും എൻ്റെ ജീവിതം എന്താണെന്ന് എൻ്റെ കൂടെ ജീവിക്കുന്ന ആൾക്കോ ചിലപ്പോൾ അയാൾക്ക് പോലുമേ അറിയില്ല. ചിലപ്പോൾ എനിക്ക് മാത്രമായിരിക്കും അറിയുന്നത്. ഞാൻ എന്തൊക്കെ കാര്യങ്ങൾക്ക് ബുദ്ധിമുട്ട് അനുഭവിക്കുന്നു, വിഷമം അനുഭവിക്കുന്നു, എന്തൊക്കെ കാര്യങ്ങളിൽ ഞാൻ സന്തോഷം അനുഭവിക്കുന്നു എന്നുള്ളതൊക്കെ എനിക്ക് മാത്രമേ അറിയുള്ളൂ ഏറ്റവും നന്നായിട്ട്. അപ്പോൾ ദൈവത്തിൻ്റെ കണ്ണിൽ നോക്കുമ്പോൾ ദൈവം ഓരോ വ്യക്തിയെയും ഒരുപോലെ തന്നെയാണ് സൃഷ്ടിച്ചിട്ടുള്ളത്. ഈ വാദത്തോട് നിങ്ങൾക്ക് യോജിക്കാൻ കഴിയുന്നുണ്ടോ? എല്ലാ വ്യക്തികളും ഇന്ന് നിങ്ങളുടെ മുന്നിൽ കാണുന്ന സമ്പന്നനായിട്ടുള്ള വ്യക്തിയെയും ദരിദ്രനായിട്ടുള്ള വ്യക്തിയെയും ആരോഗ്യമില്ലാത്ത വ്യക്തിയെയും രോഗങ്ങളുള്ളവരെയൊക്കെ ദൈവം ഒരുപോലെയാണ് സൃഷ്ടിച്ചിട്ടുള്ളത്. ഈ വാദഗതിയോട് നിങ്ങൾക്ക് യോജിക്കാൻ കഴിയുമോ? എങ്കിൽ നമ്മൾ അങ്ങനെ വിശ്വസിക്കേണ്ടി വരും. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ വചനവുമായിട്ട് ബന്ധപ്പെടുത്തി പറയുമ്പോൾ ഓരോ വ്യക്തികൾക്കും ദൈവം ഓരോ രീതിയിൽ, അതായത് നമ്മളിപ്പോൾ കണക്കിലൊരു കാര്യം നമ്മൾ ചെയ്യാറുണ്ട്. നമ്മൾ കുറേ സംഖ്യകളൊക്കെ നമുക്ക് തരും. അതായത് ഒരു പ്രോബ്ലം സോൾവിങ്ങിനായിട്ട് വേണ്ടിയിട്ട് നമ്മളോട് ചോദിക്കുന്ന ചോദ്യം പറയും, ഇങ്ങനെ ഒരാളുടെ കയ്യിൽ ഒരാൾ സ്പെൻഡ് ചെയ്ത പൈസകളുടെ കണക്ക് എന്ന് പറഞ്ഞുകൊണ്ട് നമ്മളോട് മുന്നിൽ കുറേ കാര്യങ്ങൾ പറയും. അതായത് അയാൾ പലചരക്ക് സാധനങ്ങൾക്ക് ഇത്ര പൈസ 10 രൂപ ചിലവ് ചെയ്തു, അയാൾ ബസ് ചാർജായിട്ട് ഇത്ര പൈസ ചിലവ് ചെയ്തു, അദ്ദേഹം പാൽ മേടിക്കാനായിട്ട് ഇത്ര പൈസ ചിലവ് ചെയ്തു, അങ്ങനെ കുറേ കണക്കുകൾ പറയും, അല്ലേ? അയാളുടെ കയ്യിൽ ഉണ്ടായിരുന്നത് 100 രൂപയാണ്. അവസാനം കണക്ക് കഴിച്ച് ബാക്കി എത്ര രൂപയുണ്ട് എന്നുള്ളൊരു ചോദ്യം, ഇതൊക്കെ നമ്മൾ ചെറുപ്പം മുതലേ സ്കൂളുകളിലൊക്കെ കേൾക്കുന്ന ചോദ്യമാണല്ലേ. അപ്പോൾ ഓരോ മനുഷ്യരും ഓരോ രീതിയിൽ ചിലവഴിക്കുമ്പോൾ നമ്മൾ നോക്കുമ്പോൾ ആ രീതിയിലെ എക്സാമ്പിൾ തന്നെ എടുക്കാം. 2 പേർക്ക് 100 രൂപ കൊടുത്തുകൊണ്ട് അവരോട് ഭൂമിയിൽ ഒരു കടയിൽ ഒരു സൂപ്പർ മാർക്കറ്റിൽ കയറിയിട്ട് നിങ്ങൾക്ക് ഇഷ്ടമുള്ള സാധനങ്ങൾ പർച്ചേസ് ചെയ്തോളം പറയാണ്. പക്ഷേ അവർക്ക് കൊടുത്തിരിക്കുന്ന പൈസ 100 രൂപയാണ്. അപ്പോൾ 2 പേരുടെ അഭിരുചികൾ വ്യത്യസ്തമായതുകൊണ്ട് ഒരാൾ മേടിക്കുന്ന സാധനം തന്നെയായിരിക്കില്ല അടുത്ത ആൾ മേടിക്കുന്നതല്ലേ.
ഭക്ഷണത്തോട് കൂടുതൽ ആഗ്രഹമുള്ള വ്യക്തി ചിലപ്പോൾ ഭക്ഷണ സാധനങ്ങളായിരിക്കും അതുകൊണ്ട് മേടിക്കുന്നത്. ചിലവർ ഇലക്ട്രോണിക്സിനോട് കമ്പമുള്ള വ്യക്തികൾ അതായിരിക്കും മേടിക്കുന്നത്, അല്ലെങ്കിൽ വിനോദ ഉപകരണങ്ങൾക്ക് താല്പര്യമുള്ളവർ അവരതായിരിക്കും മേടിക്കുന്നത് അല്ലേ. പക്ഷെ അവർക്കെല്ലാവർക്കും കൊടുത്തിരിക്കുന്ന പൈസ 100 രൂപയാണ് എങ്കിൽ അവരുടെ മൂല്യം, അവർ മേടിച്ച പൈസ സാധനങ്ങളുടെ മൂല്യം അവസാനം കാൽക്കുലേറ്റ് ചെയ്യുമ്പോൾ 100 രൂപ തന്നെയായിരിക്കും അല്ലേ. എന്നാൽ വേറൊരാൾ കാണുമ്പോൾ ഇതിൻ്റെ മൂല്യങ്ങൾ അറിയാത്ത വ്യക്തികൾ ഇതിനെ കണ്ടു കഴിഞ്ഞ് കഴിഞ്ഞാൽ ചിലപ്പോൾ പറയും, അതായത് ഇപ്പോൾ ഒരു പലചരക്ക് കടക്കാരൻ, അദ്ദേഹത്തിന് അറിയാം 1 കിലോ കടലയ്ക്ക് എന്തോരം പൈസയുണ്ട്, 1 കിലോ തക്കാളിക്ക് എത്ര പൈസയുണ്ട്, 1 കിലോ അരിക്ക് എത്ര പൈസയുണ്ട്. അപ്പോൾ ഒരാൾ ഈ സാധനങ്ങളൊക്കെ മേടിച്ച ആളെ കാണുമ്പോൾ അയാൾ പറയും, ഓ നിൻ്റെ കയ്യിൽ കുറേ സാധനങ്ങളുണ്ടല്ലോ, നീ ഇത്രയും പൈസയ്ക്ക് നീ സാധനങ്ങൾ കയ്യിൽ വെച്ചിട്ടുണ്ടല്ലോ എന്ന് ഒരു പലചരക്ക് കടക്കാരൻ പറയാൻ സാധിക്കും. പക്ഷേ ചിലപ്പോൾ ഒരു പലചരക്ക് കടക്കാരന് ഒരു സംഗീത ഉപകരണത്തിൻ്റെ വാല്യൂ അറിയണമെന്നില്ല. അപ്പോൾ അദ്ദേഹത്തിന് കണ്ണിൽ ആ സാധനം മേടിച്ച വ്യക്തി, ആ 100 രൂപയ്ക്ക് ആ സാധനം മേടിച്ച വ്യക്തിയെ കാണുമ്പോൾ ചിലപ്പോൾ അതിൻ്റെ വാല്യൂ മനസ്സിലാക്കണമെന്നില്ല അല്ലേ. ഇത് തന്നെയാണ് നമ്മുടെ ജീവിതത്തിലും സംഭവിക്കുന്ന ഒരു വലിയ കാര്യം അല്ലേ. ഓരോ വ്യക്തിക്കും നമ്മൾ കാണുന്നതിനേക്കാളും കൂടുതലായിട്ട് പല അനുഗ്രഹങ്ങളും പല നന്മകളും ദൈവം കൊടുത്തിട്ടുണ്ട് അല്ലേ. ചിലപ്പോൾ ഒരു വ്യക്തിക്ക് ആർട്സ് അല്ലെങ്കിൽ സംഗീതം, കഥകൾ എഴുതാനോ സാഹിത്യങ്ങൾ രചിക്കാനോ അങ്ങനെയുള്ള പല കഴിവുകൾ ഉണ്ടായിട്ടുണ്ടാവും. ആ വ്യക്തിക്ക് ചിലപ്പോൾ സാമ്പത്തികമായിട്ട് അത്രയും നല്ല ഒരു സാഹചര്യത്തിലായിരിക്കില്ല ചിലപ്പോൾ ആ വ്യക്തി ജീവിക്കുന്നത്. ദൈവം അങ്ങനെയുള്ള സാഹചര്യത്തിലായിരിക്കും അവരെ ജീവിക്കാൻ അനുവദിക്കുന്നത്. ഇതൊക്കെ 1-2 കാര്യം, ഇതുപോലെ 1000 കാര്യങ്ങൾ നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ കാണാൻ സാധിക്കും. ചിലപ്പോൾ നല്ല മാതാപിതാക്കൾ കിട്ടുന്നവന് ചിലപ്പോൾ നല്ല സമ്പത്ത് കിട്ടണമെന്നില്ല. അപ്പോൾ അതുപോലെ തന്നെ നല്ല സഹോദരങ്ങൾ കിട്ടുന്നവന് അത് കിട്ടണമെന്നില്ല. അപ്പോൾ അങ്ങനെ നമ്മുടെ ജീവിതത്തിൻ്റെ ഒരു കാര്യങ്ങളൊക്കെ നമ്മളൊന്ന് ലിസ്റ്റ് ചെയ്ത് നോക്കിക്കഴിഞ്ഞാൽ 1000-ൽ കൂടുതൽ കാര്യങ്ങൾ നമുക്ക് എഴുതി വയ്ക്കാനായിട്ട് സാധിക്കും അല്ലേ. എന്തൊക്കെ നമ്മുടെ സമ്പത്ത്, ജോലി, നമ്മുടെ സമാധാനം, മക്കളിൽ കൂടെ ലഭിക്കുന്ന സന്തോഷം, മക്കൾ, അതുപോലെ തന്നെ കൂട്ടുകാർ, നല്ല വിദ്യാഭ്യാസം, കലാപരമായിട്ടുള്ള കഴിവുകൾ, അങ്ങനെ അതുപോലെ തന്നെ നല്ല ഭക്ഷണം ആസ്വദിക്കാനുള്ള കഴിവ്, നല്ല സംഗീതം ആസ്വദിക്കാനുള്ള കഴിവ്, അങ്ങനെയൊക്കെ നിരവധി കാര്യങ്ങൾ നമുക്ക് ലിസ്റ്റ് ഔട്ട് ചെയ്യാം. നമ്മുടെ ജീവിതത്തിൽ നമ്മൾ ഓരോ ദിവസം അനുഭവിക്കുന്ന കാര്യങ്ങൾ, നമ്മുടെ ഓരോ അവയവങ്ങളുടെ കഴിവുകളും വ്യത്യസ്തമായിരിക്കും അല്ലേ. ചിലർക്ക് നന്നായിട്ട് ഓടാൻ കഴിയുന്നവന് മറ്റൊരുത്തിന് അത്രയും നന്നായിട്ട് ഓടാൻ കഴിയണമെന്നില്ല. കൂടുതലായിട്ട് അങ്ങനെ ഓരോ കാര്യങ്ങളും നമുക്ക് എടുത്തു നോക്കിക്കഴിഞ്ഞാൽ അറിയാം. നന്നായിട്ട് ചിലവർക്ക് നല്ല കാഴ്ചയുണ്ടാവും, ചിലവർക്ക് നല്ല കാഴ്ച ഉണ്ടാവണമെന്നില്ല. ചിലവർക്ക് നല്ലോണം കേൾക്കാനായിട്ട് സാധിക്കും, ചിലവർക്ക് അത്ര നന്നായിട്ട് കേൾക്കാനായിട്ട് സാധിക്കണമെന്നില്ല. അപ്പോൾ അങ്ങനെയൊക്കെ ലിസ്റ്റ് ഔട്ട് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഏകദേശം നമുക്കറിയാം 1000-1000-ൽ കൂടുതലായിട്ട് ഡീറ്റെയിൽ ആയിട്ട് ചിന്തിക്കുന്നവർക്കോ അതിൽ കൂടുതൽ, ഇപ്പം നമുക്ക് ഒരു സാധാരണ വ്യക്തിക്കൊക്കെ ചിലപ്പോൾ 1000 കാര്യങ്ങൾ നമുക്ക് ലിസ്റ്റ് ഔട്ട് ചെയ്യാൻ സാധിക്കും. പക്ഷെ ചിലപ്പോൾ ഒരു ശാസ്ത്രീയമായിട്ട് ചിന്തിക്കുന്ന വ്യക്തിക്ക് ചിലപ്പോൾ 10,000 ലക്ഷക്കണക്കിന് കാര്യങ്ങളെ നമുക്ക് ലിസ്റ്റ് ഔട്ട് ചെയ്യാൻ സാധിക്കും അല്ലേ. നമ്മുടെ വയറിൻ്റെ ഉള്ളിലുള്ള ബാക്ടീരിയകൾ, അല്ലെങ്കിൽ നമ്മുടെ ജനിതകപരമായ പ്രത്യേകതകൾ, അങ്ങനെയൊക്കെ ലിസ്റ്റ് ഔട്ട് ചെയ്യുകയാണെങ്കിൽ കുറേ കാര്യങ്ങൾ ലിസ്റ്റ് ഔട്ട് ചെയ്യാനുണ്ട്. അപ്പോൾ നോക്കിക്കഴിഞ്ഞാൽ അറിയാം ഓരോ വ്യക്തിക്കും ഇതിൻ്റെയൊക്കെ ഒരു കാൽക്കുലേഷൻ ഇപ്പോൾ എൻ്റെ ഒരു ചിന്തയിലുള്ള കാര്യമാണ് ഞാൻ പറയുന്നത്. അപ്പോൾ അങ്ങനെ നോക്കുകയാണെങ്കിൽ ദൈവം ഒരു കിലോഗ്രാം മണ്ണുകൊണ്ടാണ് ഇപ്പം നമ്മൾ മനുഷ്യനെ മണ്ണുകൊണ്ടാണ് നിർമ്മിച്ചതെന്ന് പറയുമ്പോൾ എല്ലാവരും കളിയാക്കുന്ന ഒരു കാര്യമാണ്, മണ്ണുകൊണ്ട് എങ്ങനെ മനുഷ്യനെ ഉണ്ടാക്കുന്നു. പക്ഷേ നമ്മൾ ചിന്തിച്ച് നോക്കുക, ഇതിനെല്ലാം കാരണമായിട്ടുള്ള ഒരു വസ്തു, നമ്മുടെ കഴിവുകളും നമ്മുടെ ശരീരത്തിൻ്റെയും എല്ലാത്തിനും കാരണമായിട്ടുള്ള ഒരു വസ്തുവിൽ നിന്നാണ് ഇതൊക്കെ ഉണ്ടാക്കിയിരുന്നെങ്കിൽ, ഒരു കളിമണ്ണ് ഉപയോഗിച്ചിട്ടാണ് ഇത് ഉണ്ടാക്കിയിരുന്നെങ്കിൽ, ദൈവം എല്ലാവർക്കും ഉണ്ടാക്കാനായിട്ട് എടുത്തിരിക്കുന്ന കളിമണ്ണിൻ്റെ അളവ് നോക്കിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ ചിലപ്പോൾ എല്ലാവരും ഓരോ കിലോഗ്രാം ഉണ്ടായിരിക്കുകയുള്ളൂ, അല്ലെങ്കിൽ ഒരേ അളവ് ഉണ്ടായിരിക്കുകയുള്ളൂ. പക്ഷേ ദൈവം ഈ 1 കിലോഗ്രാം ഉള്ള കളിമണ്ണ് വസ്തുവിനെ, അല്ലെങ്കിൽ ഉണ്ടാക്കാൻ ഉപയോഗിച്ച വസ്തു ഡിസ്ട്രിബ്യൂട്ട് ചെയ്തിരിക്കുന്നത് പല അനുപാതത്തിലായിരിക്കാം അല്ലേ. ചിലപ്പോൾ ആരോഗ്യ മേഖലയിൽ ദൈവം ഇത്രയും റിസോഴ്സ് യൂസ് ചെയ്തിട്ടുണ്ടാവുള്ളൂ,
എന്നാൽ ചിലപ്പോൾ അയാൾക്ക് സമ്പത്തിൽ ചിലപ്പോൾ വേറൊരു ഇത്രയും റിസോഴ്സ് യൂസ് ചെയ്തിട്ടുണ്ടാവും. അങ്ങനെ ഓരോ കാര്യങ്ങളെയും നമുക്ക് ലിസ്റ്റ് ഔട്ട് ചെയ്ത് നോക്കിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇതിൻ്റെയൊക്കെ ആകെ തുകകൾ നമ്മൾ കൂട്ടി നോക്കിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ ചിലപ്പോൾ കിട്ടുന്ന ക്വാണ്ടിറ്റി എല്ലാവരുടെയും ഒരുപോലെ ആയിരിക്കും. അപ്പോൾ മനുഷ്യൻ്റെ കണ്ണിൽക്കൂടെ നോക്കുമ്പോൾ മനുഷ്യന് ഇപ്പോൾ ഏറ്റവും വലുതായിട്ട് മനുഷ്യൻ കാണുന്നത് സമ്പത്താണ് അല്ലേ. സമ്പത്തിൻ്റെ കണ്ണിൽക്കൂടെ നോക്കിക്കഴിഞ്ഞാലൊക്കെ അസമത്വങ്ങളുണ്ടാവാം. പക്ഷെ ദൈവത്തിൻ്റെ കണ്ണിൽ പൂർണ്ണമായിട്ടൊരു വ്യക്തിയെ നോക്കിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ എല്ലാ വ്യക്തികളും ഒരുപോലെ ആയിരിക്കാം. എനിക്കത് വലിയൊരു സത്യമായിട്ട് അനുഭവമായിട്ട് എനിക്ക് ഉള്ളിലുണ്ട്. അതുകൊണ്ട് നമുക്ക് ഒരാളെയും വലിയവനാണെന്നോ ചെറിയവനാണെന്നോ നമുക്ക് പറയാനായിട്ട് സാധിക്കില്ല. ദൈവത്തിൻ്റെ കണ്ണിൽ എല്ലാവരും ഒരേപോലെ ദൈവത്തിന് തോന്നും. അത് തന്നെയാണ് എനിക്കും തോന്നുന്നത്. നിങ്ങൾക്ക് അങ്ങനെ ഇപ്പോൾ തോന്നുന്നുണ്ടോ? എല്ലാ മനുഷ്യർക്കും ദൈവം ഒരുപോലെ ദൈവം കൊടുത്തിട്ടുണ്ട്. എല്ലാ മനുഷ്യരുടെയും ഉണ്ടാക്കാൻ ഉപയോഗിച്ചിരിക്കുന്ന ആ പദാർത്ഥം, ആ കളിമണ്ണ്, ആ റിസോഴ്സ് ഒക്കെ ഒരേ ക്വാണ്ടിറ്റി തന്നെയാണ്. പക്ഷെ ഡിസ്ട്രിബ്യൂട്ട് ചെയ്തതിലുള്ള വ്യത്യാസങ്ങളാണ്. കാരണം എന്തുകൊണ്ടാണ്? ഓരോ മനുഷ്യനും ഇൻഡിവിജ്വലാണ്. ഓരോ മനുഷ്യനും വ്യത്യസ്തനാവണം അല്ലേ. വ്യത്യസ്തനാവണം. അതുകൊണ്ട് തന്നെയാണ് ഓരോ കാര്യങ്ങളെയും ദൈവാനുപാതം മാറ്റി വച്ചിരിക്കുന്നത് അല്ലേ. ചിലവർക്ക് മുഖത്തിന് ഭംഗിയുണ്ട്, ചിലവരുടെ കണ്ണുകൾക്ക് ഭംഗിയുണ്ട്, ചിലവരുടെ കാലുകൾക്ക് ഭംഗിയുണ്ട്. അങ്ങനെ നിരവധി കാര്യങ്ങളുണ്ട് അല്ലേ. എന്തിനാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഓരോ മനുഷ്യനും വ്യത്യസ്തനാണ്. അപ്പോൾ നമ്മൾ അങ്ങനെ നോക്കിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മുടെ ഉള്ളിലുള്ള ഇപ്പോൾ ഏതെങ്കിലും ഒരു കാര്യങ്ങളുടെ പേരിൽ എനിക്ക് എന്തെങ്കിലുമൊക്കെ കുറവുകളുണ്ട്, എനിക്ക് എന്തെങ്കിലുമൊക്കെ പോരായ്മകളുണ്ടെന്നൊക്കെ ചിന്തിക്കുന്ന ആളുകൾ ഈ കാര്യത്തെപ്പറ്റി ഒന്ന് ചിന്തിച്ച് നോക്കി. നിങ്ങൾക്ക് ദൈവം നൽകിയിട്ടുള്ള കഴിവുകൾ എന്തൊക്കെയാണ്, എന്തൊക്കെ കാര്യങ്ങളാണ്? കഴിവുകളെന്ന് മാത്രമല്ല, ഇപ്പോൾ കഴിവെന്ന് പറയുമ്പോൾ പലരും കാണുന്നത് 2, 3, 4 കഴിവുകളെയാണ് ഉദ്ദേശിക്കുന്നത്. ചിലർ വിചാരിക്കും എനിക്ക് പഠിക്കാനുള്ള കഴിവ്, പൈസ ഉണ്ടാക്കാനുള്ള കഴിവ്, ആരോഗ്യം, ഇതൊക്കെ ആയിരിക്കും കഴിവെന്ന് ഉദ്ദേശിച്ചത്. പക്ഷെ അതല്ല. നിരവധി പോസിബിലിറ്റീസ്, നിരവധി കാര്യങ്ങളുണ്ട് ഓരോ മനുഷ്യനും. അപ്പോൾ അതൊക്കെ ഡിസ്റ്റിങ്വിഷ് ചെയ്ത് നമ്മൾ പഠിച്ചു കഴിഞ്ഞ് കഴിഞ്ഞാൽ അറിയാം നമുക്കെല്ലാവർക്കും ദൈവം അതെത്രയും ചിലപ്പോൾ വൈകല്യമുള്ളവനായിട്ട് ജനിച്ച വ്യക്തിക്ക് വേറെ രീതിയിലായിരിക്കും ദൈവം കൊടുത്തിരിക്കുന്നത് അല്ലേ. പലരും പറയാറുണ്ട്, വേറൊരു കാര്യം ഇതിൻ്റെ കൂടെ ചേർത്ത് പറയുന്നതാണ്. പലരും പറയാറുണ്ട്, പലരും മനസ്സിലാക്കാത്തൊരു സത്യം കൂടിയാണിത്. അതായത് മക്കളെ വലിയൊരു ദുരിതമായിട്ടും മക്കളുണ്ടാവുന്നത് വളരെ മോശം കാര്യമായിട്ടും അല്ലെങ്കിൽ മക്കളെ വളർത്തുന്നത് ഏറ്റവും വലിയ ദുരിതമായിട്ടൊക്കെ കാണുന്ന കുറേ ആളുകളുണ്ട്. പക്ഷെ പലർക്കും മക്കൾ വലിയ സന്തോഷത്തിൻ്റെ കാര്യങ്ങളാണ്. മക്കളുടെ സാമീപ്യം, മക്കളുടെ കൂടെ നിൽക്കുന്നതൊക്കെ അവർക്ക് ജീവിതത്തിൽ ഓരോ സെക്കൻഡും സ്വർഗത്തിൽ ജീവിക്കുന്ന പോലെ ഫീൽ ചെയ്യുന്ന മാതാപിതാക്കളുണ്ട്. എന്നാൽ മക്കളുടെ കൂടെ നിൽക്കുന്നത് ഏറ്റവും വലിയ ദുരിതമായിട്ടും കാണുന്ന മാതാപിതാക്കളുണ്ട്. അപ്പോൾ ഓരോരുത്തർക്കും ഓരോ കാര്യങ്ങളിൽ കൂടെ അവർക്ക് സന്തോഷവും ഇതൊക്കെ കിട്ടുന്നുണ്ട് പലർക്കും. അപ്പോൾ അങ്ങനെ അതൊക്കെ ഈ പറഞ്ഞ പോലെ ചിലപ്പോൾ ചിലവർക്ക് നല്ലൊരു കറി ഉണ്ടാക്കാൻ നല്ല കഴിവുണ്ടാവും. അവൻ ആ കറി കഴിക്കുമ്പോൾ അല്ലെങ്കിൽ ഒരു ഭക്ഷണം കഴിക്കുമ്പോൾ അവന് നല്ലൊരു സന്തോഷം കിട്ടുന്നുണ്ടാവും, അതിൽ ആശ്വാസം കിട്ടുന്ന ആൾക്കാരുണ്ട്. അപ്പോൾ നമുക്ക് ഇന്ന കാര്യം കൊണ്ട് മാത്രം സന്തോഷം ഉണ്ടാവണം എന്നൊന്നും വാശി പിടിക്കാൻ പറ്റില്ല, അല്ലെങ്കിൽ അത് മാത്രമാണ് സത്യമെന്നൊന്നും വിശ്വസിക്കാൻ പറ്റില്ല. ഇപ്പോൾ നല്ലൊരു സമ്പത്തുള്ളവന് എല്ലാ കാര്യങ്ങളും ഉണ്ടെന്ന് നമ്മൾ പറയും അല്ലേ. എല്ലാം ഒന്നും ഉണ്ട് അവൻ്റെ കയ്യിൽ. അവന് പൈസ കൊടുത്തു കഴിഞ്ഞാൽ ചിലപ്പോൾ ആരോഗ്യം പഠിക്കാൻ പറ്റും, എല്ലാ കാര്യങ്ങളും പഠിക്കാൻ പറ്റും. ചിലപ്പോൾ അയാൾ ഉള്ളിൽ ഒന്നിനും സംതൃപ്തനല്ലാത്ത വ്യക്തിയായിരിക്കാം ചിലപ്പോൾ. പലരുടെയും ജീവിതം അങ്ങനെ തന്നെയാണ്. നമ്മൾ കൂടുതൽ മേടിക്കുന്ന ആൾക്കാർ, പല സാധനങ്ങൾ മേടിക്കുന്ന ആൾക്കാരുടെ പ്രധാന പ്രശ്നമെന്ന് പറയുന്നത് അവരുള്ളിൽ എപ്പോഴും ദാരിദ്ര്യം അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന വ്യക്തികളാണ്. എത്ര കിട്ടിയാലും അവർക്ക് മതിയാവില്ല അല്ലേ. പല ജടിക പാവങ്ങൾക്കൊക്കെ പോകുന്ന ആൾക്കാരുടെ പ്രശ്നം ഇതാണ്. എത്ര തവണ അവരത് നേടാൻ ശ്രമിച്ചാലും അത്രയും കഠിനമായിട്ട് അവരുടെ ഉള്ളിൽ അതില്ലാത്ത അവസ്ഥ അനുഭവിക്കണം. ഒരു സന്തോഷമില്ലാത്ത അവസ്ഥ, സംതൃപ്തനല്ലാത്ത അവസ്ഥ അവരനുഭവിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ എന്നാൽ ഇതൊന്നും ഇല്ലാത്ത ചിലപ്പോൾ ഒരു സാധാരണക്കാരൻ, അവന് ഒരു ദിവസം 500 രൂപ അധ്വാനിച്ചുണ്ടാക്കുന്ന പൈസ കൊണ്ട് വീട്ടിൽ ഭക്ഷണം കഴിച്ച് കുടുംബത്തോടൊപ്പം മക്കളോടൊപ്പം
വർത്താനവും പറഞ്ഞ് ഭക്ഷണം കഴിച്ച് കിടന്നുറങ്ങുന്നവന് ഇതിനേക്കാൾ നല്ലൊരു സന്തോഷം അനുഭവിക്കുന്നുണ്ടാവാം. എല്ലാ ദരിദ്രന്മാരും അങ്ങനെയാണെന്ന് ഞാൻ പറയുന്നില്ല, ചിലപ്പോൾ അങ്ങനെ ഉണ്ടാവാം. അപ്പോൾ അതാണ് ഓരോ മനുഷ്യനെയും. അപ്പോൾ നമുക്ക് എല്ലാവർക്കും സന്തോഷിക്കാനും നമുക്കെല്ലാവർക്കും ആശ്വസിക്കാനും ഇഷ്ടം പോലെ കാര്യങ്ങളുണ്ട് നമ്മൾ ദൈവത്തെ. അപ്പോൾ ദൈവം ഓരോ വ്യക്തിയെയും വ്യത്യസ്തനായിട്ട് സൃഷ്ടിച്ചതുകൊണ്ട് ഓരോ വ്യക്തിക്കും ഓരോ റോളാണ് ഈ ഭൂമിയിൽ ചെയ്യാനുള്ളതല്ലേ. നമ്മൾ അതുകൊണ്ടാണ് പലപ്പോഴും പറയാറുള്ളത്, നമ്മൾ വേറൊരാളെ കണ്ടുകൊണ്ട് അതുപോലെ ആവാനായിട്ട് ശ്രമിക്കരുത് അല്ലേ. ഇഷ്ടംപോലെ റോൾ മോഡൽ നമ്മുടെ മുന്നിലുണ്ടെന്ന് നമ്മൾ പലപ്പോഴും ചെറുപ്പം മുതൽ നമ്മളെ പഠിപ്പിക്കുന്ന കാര്യമാണ്. നിനക്ക് ആരാവാനാണ് ആഗ്രഹം? അപ്പോൾ ഒരാൾ പറയും, എനിക്ക് അബ്ദുൽ കലാം ആവാനാണ്, ഗാന്ധിജി ആവാനാണ്, ഐസക് ന്യൂട്ടൻ ആവാനാണ്, ഐൻസ്റ്റീൻ ആവാനാണെന്ന് താല്പര്യം എന്നൊക്കെ നമ്മൾ പറയാറുണ്ട് ചെറുപ്പത്തിൽ. പക്ഷേ നമ്മൾ അങ്ങനെ ആവാനല്ല ശ്രമിക്കേണ്ടതല്ലേ. അദ്ദേഹത്തിൻ്റെ കഴിവുകൾ അതാവാനായിരുന്നു അദ്ദേഹത്തിൻ്റെ നിയോഗം അല്ലേ. നമുക്കും വേറൊരാളാവാനാണ് നിയോഗം. നമുക്ക് നമ്മുടെ ഈ ഭൂമിയിലും നമ്മുടേതായ കോൺട്രിബ്യൂഷൻസ് കൊടുക്കാനുണ്ട്. നമ്മുടെ കഴിവുകൾ ഉപയോഗിച്ചുകൊണ്ട് നമുക്ക് ഈ ഭൂമിയെ നിർമ്മിക്കേണ്ടതുണ്ട് അല്ലേ. ദൈവത്തിൻ്റെ ആഗ്രഹങ്ങൾക്കനുസരിച്ച്, ദൈവത്തിൻ്റെ പദ്ധതികൾക്കനുസരിച്ച് നമുക്കും നമ്മുടെ ഭൂമിയെ, നമ്മുടെ കുടുംബത്തെ പണിതുയർത്തേണ്ടതുണ്ട്. അതുപോലെ തന്നെ നമ്മളും വളരേണ്ടതുണ്ട്. അപ്പോൾ ഓരോരുത്തരെയും ദൈവം ഓരോ കാര്യങ്ങളാണ് ഏൽപ്പിച്ചിരിക്കുന്നത് ഈ ഭൂമിയെ കോൺട്രിബ്യൂട്ട് ചെയ്യാൻ വേണ്ടിയിട്ട്, അതുപോലെ തന്നെ ദൈവത്തിൻ്റെ പദ്ധതികൾക്ക് ഉപകരണങ്ങളാവാനായിട്ട്. അപ്പോൾ നമ്മളുടെ കഴിവുകളെ പറ്റിയും നമ്മുടെ ജീവിത സാഹചര്യങ്ങളെ പറ്റിയും ദൈവം തന്ന എല്ലാ കാര്യങ്ങളെ പറ്റിയൊക്കെ ഒന്ന് ചിന്തിച്ച് നോക്കി, അതിനെപ്പറ്റി ഒന്ന് ധ്യാനിച്ച് നോക്കി കഴിഞ്ഞ് കഴിഞ്ഞാൽ, അതുപോലെ തന്നെ ദൈവത്തോട് ഒരു മാർഗ്ഗനിർദ്ദേശം ചോദിച്ചു കഴിഞ്ഞ് കഴിഞ്ഞാൽ, ഞാൻ എന്തിനാണ് വിളിക്കപ്പെട്ടത്, ഞാൻ എന്താവാനാണ് ദൈവം ആഗ്രഹിക്കുന്നത്, എന്നിലുള്ള കഴിവുകൾ എന്തൊക്കെയാണ്, എന്നിലുള്ള പോസിബിലിറ്റീസ്, സാധ്യതകൾ എന്തൊക്കെയാണെന്ന് ഒരു വ്യക്തി തിരിച്ചറിയുമ്പോഴാണ് ആ വ്യക്തി യഥാർത്ഥത്തിൽ ഒരു ജീവിത ലക്ഷ്യത്തിലേക്ക്, ജീവിത വിജയത്തിലേക്ക്, അല്ലെങ്കിൽ ദൈവത്തിൻ്റെ കണ്ണിലും മനുഷ്യരുടെ കണ്ണിലൊക്കെ ഒരു അനുഗ്രഹമായിട്ട് ആ വ്യക്തി മാറാനായിട്ട് കഴിയുന്നത് അപ്പോഴാണ്. അല്ലാതെ നമ്മൾ പലരെയും കണ്ടുകൊണ്ട് അതിനെ ഇമിറ്റേറ്റ് ചെയ്യാനും അവൻ്റെ കയ്യിലുള്ളത് കണ്ടുകൊണ്ട് നമ്മൾ അതുപോലെ ആവാനായിട്ടും അതില്ല എന്നോർത്ത് വിഷമിക്കാനും നമ്മൾ നടന്നു കഴിഞ്ഞ് കഴിഞ്ഞാൽ, അങ്ങനെ തന്നെയാണ് ഭൂരിഭാഗം പേരും നടക്കുന്നതല്ലേ. നമ്മൾ അയൽവക്കക്കാരനെ കണ്ടുകൊണ്ട് അവനാ കഴിവുണ്ട്, അല്ലെങ്കിൽ അവൻ്റെ കയ്യിൽ ഇത്ര സമ്പത്തുണ്ട്, അവൻ്റെ കയ്യിൽ നല്ല ഇതുണ്ട്, അങ്ങനെയൊക്കെ നല്ല വാഹനങ്ങളുണ്ട്, അല്ലെങ്കിൽ നല്ല കാര്യങ്ങളൊക്കെ ഉണ്ട്, ഇത് കണ്ടുകൊണ്ട് എനിക്കതില്ല, എനിക്കതുപോലെ ആവണം, എനിക്കത് വേണം, എനിക്ക് അതാവണം എന്നൊക്കെ പറഞ്ഞുകൊണ്ട് നമ്മൾ നമ്മുടെ ജീവിതത്തിൻ്റെ സമാധാനം നമ്മൾ ഓരോ ദിവസവും കിടത്തിക്കൊണ്ടിരിക്കുകയാണ്. നമുക്ക് ദൈവം തന്ന അനുഗ്രഹങ്ങളെ ഓർക്കാം, ദൈവം തന്ന നന്മകളെ, നമ്മിൽ നിക്ഷേപിച്ചിട്ടുള്ള കഴിവുകളെ, നമ്മിൽ നിക്ഷേപിച്ചിട്ടുള്ള ദൈവത്തിൻ്റെ താലന്തുകളെ ഓർത്തുകൊണ്ട് അത് കണ്ടുപിടിക്കാനും അത് വർദ്ധിപ്പിക്കാനും നമുക്ക് ശ്രമിക്കാം. നമ്മൾ താലന്തുകളുടെ ഉപമയിൽ ബൈബിൾ ഇങ്ങനെ പറയുന്നുണ്ട്, എല്ലാവരും കേട്ടിട്ടുള്ള കഥയാണത് അല്ലേ. ഒരു താലന്ത് കിട്ടിയവൻ അത് കുഴിച്ചിടുന്നു, മറ്റു താലന്ത് കിട്ടിയവരൊക്കെ അത് വർദ്ധിപ്പിക്കുന്ന ഒരു കാര്യം. അപ്പോൾ താലന്ത് കിട്ടിയവൻ, കുഴിച്ചിട്ടവൻ എന്ന് പറയുന്നത് നമ്മൾ ഓരോരുത്തരായിരിക്കും. ദൈവം തന്ന ആ താലന്ത് ഇതുവരെയായിട്ടും നമ്മൾ കണ്ടെത്തിയിട്ടില്ല, അല്ലെങ്കിൽ കണ്ടിട്ടും നമ്മൾ കണ്ടില്ല എന്ന് നടിച്ചുകൊണ്ട് നമ്മൾ മറ്റു പല കാര്യങ്ങൾക്ക് നമ്മൾ വ്യാപൃതരായിട്ട് ജീവിക്കുന്നു. എന്നാൽ ആ താലന്ത് കണ്ടെടുക്കുകയും ആ താലന്തിനെ വർദ്ധിപ്പിക്കാനായിട്ട് നമ്മൾ ശ്രമിക്കുമ്പോഴാണ് ദൈവം ആഗ്രഹിക്കുന്ന, ദൈവത്തിന് യോജിച്ച രീതിയിൽ നമ്മൾ ജീവിക്കാനായിട്ട് ശ്രമിക്കുന്നത്. അപ്പോൾ ഈ ഒരു ചിന്തയോടുകൂടി നമുക്ക് ഇനി ജീവിക്കാം അല്ലേ. കുറേ പേർക്ക് നിങ്ങളുടെ ജീവിതത്തിന് അർത്ഥമില്ലെന്ന് തോന്നുന്ന ആൾക്കാർ, അല്ലെങ്കിൽ എൻ്റെ ജീവിതത്തിൽ എന്തെങ്കിലുമൊക്കെ കുറവുണ്ടെന്ന് തോന്നുന്ന ആൾക്കാർക്ക് ഈ ഒരു ചിന്ത പ്രചോദനമാവുമെന്ന് പ്രതീക്ഷിക്കുന്നു, പ്രാർത്ഥിക്കുന്നു. വെൽക്കം ടു കോമൺ സെൻസ്.